ബാലസിംഹങ്ങൾ ഇതെന്താണ്? Praise the Lord. Amen. Amen. നമ്മൾ പാസ്റ്റർ ബാലസിംഹങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഉഷാറ് കാണിക്കണമല്ലോ അല്ലേ? Wenn der Pastor sagt junge Löwen, dann müssen wir das auch zeigen. നമ്മൾ യൂത്ത് എന്ന് പറഞ്ഞ് മീറ്റിംഗ് നടക്കുമ്പോഴും നമ്മൾ പിള്ളേർ ഇത്രയും ചെയ്യുമ്പോഴും നിങ്ങൾ ആ യൂത്തിന്റെ ആ എനർജി തിരിച്ച് കാണിക്കണം അവർക്ക്. അതിൽ നിന്നാണ് ആ ഒരു സന്തോഷം അവർക്കും വരുന്നത്. നമ്മുടെ ബൈബിളിൽ കുറച്ച് യൂത്ത് ഉണ്ട്, അവരുടെ കുറച്ച് ക്വാളിറ്റീസ് ഞാനൊന്ന് പറയണം. കാരണം ദൈവവചനം നമ്മുടെ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ബാലനെ നടക്കേണ്ട വഴി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വൃദ്ധനായാലും അവരത് മറക്കില്ല. നമ്മുടെ പിള്ളേർക്ക് അതാണ് വേണ്ടത്. Und ich würde gerne über ein, zwei Charaktere in der Bibel sprechen, die als Jugendliche vorbildhaft gelebt haben. Und die Bibel sagt, wenn ihr einem Kind schon im jungen Kindesalter das Wort beibringt, dann wird das Kind auch nicht im späteren Alter die Bibel loslassen. നമ്മള് ദൈവവചനത്തിൽ നമുക്ക് ദാവീദിനെ അറിയാം. ഏറ്റവും യേശു കഴിഞ്ഞിട്ട് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ദാവീദ്. Und ich glaube, ihr kennt alle König David. Und David ist ein Charakter, der nach Jesus kommt und von der Bekanntheit her. ദാവീദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ താഴ്മയായിരുന്നു. ഏത് അവസ്ഥയിലും ഒരു താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. Und David war sehr besonders begabt, denn er war einer seiner wundervollen Qualitäten war die Demut, die er hatte. Er war sehr demütig. എത്രയോ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്നിട്ടും ദൈവം അവനെ ഹൃദയത്തിന് ചേർന്ന മനുഷ്യൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഹൃദയത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് അത്രയും ദൈവം കാണുന്നതുകൊണ്ടാണ്, ആ താഴ്മയിൽ നിന്നാണ് വരുന്നത്. Und David war ein Mann nach dem Herzen Gottes. Warum nach dem Herzen Gottes? Denn David war demütig. നമ്മുടെ പിള്ളേർക്കും അതേപോലെ താഴ്മയിൽ നമ്മൾ വളർത്തണം. കാരണം അവരും ഒരു കാലം എത്തുമ്പോൾ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ അവര് വളർന്നു വരുമ്പോൾ Und unsere Kinder müssen wir in Demut aufwachsen lassen, denn sobald sie aufgestanden sind, sobald sie aufgewachsen sind und erwachsen sind, അവര് നമുക്കറിയില്ല എവിടെ പോകുന്നത്. പക്ഷെ അവരെ ദൈവം ഉയർത്തും തോറും അവര് ദാവീദിന് വന്ന അവസ്ഥയിൽ തെറ്റ് പറ്റുമ്പോൾ അവൻ താഴ്ന്ന അവസ്ഥയിൽ നമ്മൾ അവരെ താഴ്ന്ന് ജീവിക്കാൻ പഠിക്കണം. wir werden nicht wissen, wie unsere Kinder ausgehen. Wir werden nicht wissen, auf welchen Positionen oder alles sie kommen. Aber wenn die Kinder Demut haben oder Demut lernen, dann egal, wenn sie sündigen, wenn sie wieder sich selber niedriger machen und sich vor den Herrn bekennen und wieder zurück zum Herrn kommen. Das kommt von der Demut. പിന്നെ നമ്മുടെ ജോസഫിനെ അറിയാം. ജോസഫിന് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വിട്ടൊരു അവസ്ഥയാണ്, അവന്റെ സഹോദരങ്ങൾ ചവിട്ടി പുറത്താക്കിയ ഒരു അവസ്ഥയാണ്. Und dann kennen wir Josef. Josef war ein Mann, der rausgetreten worden ist aus seinem Haus. സമഗ്രതയുള്ള മനുഷ്യൻ, ഇന്റഗ്രിറ്റി ഉള്ള മനുഷ്യനായിരുന്നു. Und er war ein Mann voller Integrität. എന്താണ് ഇന്റഗ്രിറ്റി അല്ലേ? Was ist Integrität? ആരും കാണാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലാണ് ഇന്റഗ്രിറ്റി. Und Integrität ist, dass wenn sogar Leute einen nicht schauen, dass man immer noch die gleiche Person ist, immer noch den gleichen Charakter hat. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, ദൈവം കാണുന്നുണ്ട്. Denn, aber was ich sage, ist ein kleiner Fehler, und zwar Gott sieht dann alles. അതായിരുന്നു യോസഫിന് ദൈവത്തിന്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏത് അവസ്ഥയിൽ ചെന്നാലും എവിടെ പോയാലും പ്രിസണിലായിരിക്കുമ്പോഴും അവനെ ഉയർത്തുമായിരുന്നു ദൈവം, അവിടെ ഇൻചാർജ് ആക്കി വന്നു. അതുപോലെ ഫേവർ ആയിരുന്നു അവന്റെ മേളിൽ ഉണ്ടായിരുന്നു. Und Josef war ein Mann, der war geliebt von Gott, und das war einfach, weil er sogar, obwohl er im Kerker war, er ein Mann voller Integrität war. Er war trotzdem fest seiner Prinzipien. അതുപോലെ ഇന്ന് പാസ്റ്ററുകൾ പറഞ്ഞ പോലെ എസ്തേറിനെ വളർത്തിയത് മോർദെക്കയാണ്. മോർദെക്കയുടെ ഒരു പ്രത്യേക ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. സ്വന്തം അപ്പനും അമ്മയില്ല, പക്ഷെ സ്വന്തം അപ്പനെ പോലെ വളർത്തിയതാണ് മോർദെക്കയെ. Und dann können wir Esther uns anschauen. Esther war eine Person, die war sehr gehorsam. Ihr Vater bzw. ihr Pflegevater war Mordecai, und trotzdem gehorchte sie ihm wie ein richtiger Vater. പക്ഷെ വേറൊരു ഒബീഡിയൻസ് ഉണ്ടായിരുന്നു, ദൈവം വിളിക്കുള്ള ഒരു ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവൾ പ്രവർത്തിച്ചു. എന്റെ ജീവൻ പോയാലും സാരമില്ല, ഞാൻ ദൈവവിളി എനിക്കിവിടെ ഈ അവസ്ഥയിൽ എന്നെ ഉണ്ടാക്കിയ ദൈവത്തിന് ഇത് ചെയ്യുമെന്നൊരു അവസ്ഥയിലാണ് അവൾ നിന്നത്. Und sie hatte so eine Gehorsam nicht nur gegen die Menschen sondern auch gegenüber Gott. Und sie sagte, sogar wenn ich sterben sollte, ist es mir wert, denn Gott hat mich dazu berufen. ഇവരെല്ലാം ഈ ക്വാളിറ്റീസ് നമ്മുടെ പിള്ളേരെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് നോക്കാം, നമ്മൾ വളർത്തണം. കാരണം ഒരു കാലം കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പിടിച്ചു നിർത്താം. പക്ഷേ ദൈവവചനം പറഞ്ഞ പോലെ ഒരു കാലം കഴിയുമ്പോൾ ഇവര് അത് അവരുടെ പിള്ളേർക്ക് പോയി ഇങ്ങനെ തലമുറയായിട്ട് ഈ അനുഗ്രഹം പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സമ്പത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമാണ്, അത് ഇവർക്കും പകരാൻ പറ്റണം. Und ein Teil von unserem Segen ist, wenn wir es unseren Kindern ermöglichen können, diese Anzüge, diese Charakterzüge zu fördern. Denn wenn sie das an die nächste Generation weitergehen, dann wird das ein Segen sein für uns als Familie, für uns als Gemeinde. ലാസ്റ്റിലായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മളെപ്പോഴും ഏറ്റവും വലിയ ക്യാരക്ടർ ആകാരുന്ന ഒരാളാണ് പഴയ സോളമൻ. Und die letzte Person, über die ich sprechen möchte, ist Salomon. Das ist einer der größten Charaktere. രാജകുമാരി വായിക്കുമ്പോൾ അറിയാം ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചവനാണെന്ന് പറയുന്നുണ്ട്. Wenn ihr die Bücher Könige liest, dann werdet ihr verstehen, dass Salomon ein Mensch war, der Gott sehr geliebt hat.
ദൈവത്തോട് എന്ത് ചോദിക്കണമെന്ന് അവന് അറിയായിരുന്നു. അവൻ ചോദിച്ചത് അവന് വേണ്ടിയല്ല, പക്ഷെ ദൈവജനത്തെ അനുഗ്രഹിക്കാനും ദൈവത്തിന് മഹത്വം വരുന്ന ഒരു അനുഗ്രഹമാണ് അവൻ ചോദിച്ചത്. Und was erfragte von Gott, war nicht über sich selbst, er war nicht selbstsüchtig, sondern er fragte, wie kann das Volk gesegnet werden, wie kann die Liebe Gottes zum Volk kommen. Und das war seine Art und Weise, wie er dachte. ദൈവസഭയ്ക്ക് വേണ്ടി നിന്നവനാണ്, ദൈവത്തിന് ടെമ്പിൾ പണിഞ്ഞവനാണ്. Und er ist jemand, der den Tempel aufgebaut hat, wortwörtlich. നമ്മുടെ പിള്ളേരും ഇതുപോലെ ദൈവസഭയിൽ വളരണം, നന്നായി വരണം. പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ ശലോമോന് പറ്റിയ തെറ്റ് പറ്റില്ല. Und danach können wir uns anschauen, wir wollen genauso, dass unsere Kinder die Gemeinde aufbauen. Aber Salomon hat einen Fehler begangen. അവൻ ഒരു കാലം കഴിയുമ്പോൾ നമ്മള് രാജകുമാരി തന്നെ വായിക്കുമ്പോൾ 12 അധ്യായം തോന്നുന്നു, അവിടെ പറയുന്നുണ്ട് അവൻ ദൈവത്തിന് മാറിപ്പോയി. ഒരു കാലത്ത് സ്നേഹിച്ചവൻ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. Und wir können in den Büchern Königen sehen, dass eines Tages Salomon sich von Gott entfernte. അത് മാറിപ്പോയത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. ദൈവത്തിന്റെ ആ വഴിയിൽ നിന്ന് മാറി 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 ഒരു കാലം കഴിഞ്ഞ് പോയ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു സ്ലോപ്പാണ് ഡൗൺവേർഡ്. Und wir können sehen, dass Salomon sich entfernte von Gott, nicht wegen sich selber, sondern wegen anderen Faktoren, wegen außerhalben Gründen. ഒരു കാലം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പിള്ളേർ അവരെ വഴിക്ക് പോകും. പക്ഷെ നമുക്ക് അവരെ പിടിച്ച കിട്ടിയെങ്കിലും അവർക്ക് നിൽക്കാൻ പറ്റുന്ന, അവർക്ക് അറിയണം ദൈവത്തെ, അവർ ഇത് കണ്ട് പഠിക്കണം. നമ്മൾ പാസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അവരിവിടെ കേൾക്കുന്നത് അവർ വീട്ടിൽ കൊണ്ട് നടക്കും, അവർ പാടും. അവർ ഇന്നലെ പാസ്റ്ററുകൾ പറഞ്ഞാണ് അവരിവിടെ ഉള്ളത് അവരെ മനസ്സിൽ അതിങ്ങനെ കിടക്കും, അവരെ ഹൃദയത്തിൽ ദൈവം എഴുതി വെക്കും. Und was die Kinder hier hören, deshalb bringt die Kinder zur Gemeinde. Was die Kinder hier hören, das werden die Kinder auch auf sich aufnehmen und das wird in ihren Herzen bleiben. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ അടുത്ത പരിപാടികൾ വരുമ്പോഴും അടുത്ത സമയം ഓരോ കാര്യങ്ങളും നിങ്ങൾ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നന്നായി പഠിപ്പിക്കണം. നമ്മുടെ പിള്ളേർ നമ്മളെക്കാളും വലുതാവണം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം ദൈവത്തിന് വേണ്ടി. Deshalb möchte ich ermutigen, fördert eure Kinder, bringt sie dazu, hier bei solchen Sachen beizutreten und mitzumachen, denn das fördert deren Gabe, das fördert deren Charakter. കാരണം ജെറമിയ പറയുന്നുണ്ട്, ദൈവത്തിന് അറിയാം അവർക്ക് വേണ്ടി പ്ലാൻ. I know the plans I have for you, for a big future, for hope, not for failing. Und die Bibel sagt, ich kenne die Pläne für dich. Es sind nicht Pläne, die zur Zerstörung führen, sondern Pläne, die dich zum Segen führen. Und das sind große Pläne, die der Herr für uns hat. So ആ പ്ലാൻ നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് അവരെ കൾട്ടിവേറ്റ് ചെയ്യുക, ഇപ്പോൾ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക.